Good afternoon. Yes, good afternoon. Please mark Good your afternoon, attendance. teacher. Yes, mark your attendance. Okay. Good afternoon, teacher. Yes, good afternoon. Good afternoon. Good afternoon, teacher. Yes, good afternoon. Namika Rajale. Yes, good afternoon. Please mark your attendance. Good afternoon, teacher. Yes, good afternoon. Good afternoon, teacher. Yes, good afternoon. How are you? Yes, I am good. How are you all? I am fine, teacher. Oh, thank you, Biona. Okay, mark your attendance. You finish? Page number? Etraya? Check your textbook. Yes. മിസ് ഞാൻ മമ്മിയുടെ വീട്ടിലാണ്. ആരുടെയാ? മമ്മി. Okay. അമ്മമ്മയുടെ. Okay, Niyadas. അതുകൊണ്ട് ബുക്ക് എടുക്കാൻ അടുത്തത്. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? പേജ് നമ്പർ എത്രയാ? പേജ് നമ്പർ ഞാൻ സൗദിയിൽ അപ്പന്റെ അമ്മേന്റെ അടുത്താ. എവിടെയാ? സൗദിയില്. എപ്പോഴാ പോയേ? കഴിഞ്ഞ വെള്ളിയാഴ്ച. അപ്പൊ നീ ദുബൈ വഴി പോയോടാ? ഡയറക്റ്റ് സൗദി. അതെങ്ങനെ നിനക്ക് പപ്പ മമ്മി നേഴ്സാണോ? അതെ. Okay. Next. Okay, all of you take out your textbook. Rahul the Brave Boy, we completed now. Page number 21. Page number 22. Take the brave action. Put a cross against those which are not brave. Remember, foolish action are not brave actions. Okay. Page number 22. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിന്റെ തന്നിട്ടില്ല. Oh, do you want to be like Rahul?
ഓക്കെ 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 മിസ് ഈ ക്ലാസ് കഴിയുമ്പോ അയച്ചു തരാമേ. മിസ് വിട്ടുപോയി. ഡു യു വാണ്ട് ടു ബി ലൈക്ക് രാഹുൽ? യെസ്. രാഹുലിനെ പോലെ ബ്രേവ് ബോയ് നിങ്ങൾക്കാകണോ? യെസ്. എന്തുകൊണ്ടാണ്? പേജ് നമ്പർ 22. പേജ് നമ്പർ 22. സോറി, ഞാൻ ഫിഫ്താമത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ല. എന്തോ മിസ്സേ, പിന്നെ രാഹുൽ സത്യസന്ധനും ആയോണ്ടാ നമുക്ക് ഇഷ്ടം. അതന്നെ, രാഹുൽ സത്യസന്ധനായ ഒരു ആൺകുട്ടിയാണ്. അതാണ് ഫിഫ്ത് ക്വസ്റ്റ്യൻ. ഡു യു വാണ്ട് ടു ബി ലൈക്ക് രാഹുൽ? യെസ്. വൈ? എന്തുകൊണ്ടാണ്? രാഹുൽ ഒരു സത്യസന്ധനായ ബോയ് ആയിരുന്നു. ആൻസർ മിസ് ക്ലാസ് കഴിയുമ്പോ അയച്ചു തന്നേക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ, ടിക്ക് ദ ബ്രേവ് ആക്ഷൻസ്. ഫസ്റ്റ് വൺ, ടു ടെൽ ദ ട്രൂത്ത്. പേജ് നമ്പർ 22. To tell the truth. It's brave action ആണോ? Page number 22. 22. Page number 22. Now you can do. First one, to tell the truth. To tell the truth. It's a brave actions. Let's tick it. Second one, to help an old person to cross the road. പ്രായായോര് അത് ബ്രേവ് ആക്ഷൻ ആണല്ലേ. വയസ്സായവരൊക്കെ ക്രോസ് ചെയ്യുമ്പോ, റോഡ് ക്രോസ് ചെയ്യുമ്പോ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ബ്രേവ് ആക്ഷൻ അല്ലേ? Yes. Okay. Third one. എല്ലാരും പുസ്തകമൊക്കെ എടുത്തില്ലേ? അനാമിക പി രാജ് ഉണ്ടോ ക്ലാസ്സില്? അനാമിക പി രാജ്. First one, to tell the truth. Yes, it's a brave action. Second one, to help an old person to cross the road. പ്രായമായവരെ ക്രോസ് ചെയ്യുമ്പോ എന്താ ബിയോണാ ചോദിക്കുന്നേ? ഒന്നാമത്തത് ചെയ്തില്ലേ? ടിക്ക് ചെയ്യാനല്ലേ പറഞ്ഞേ? Third one, to copy your friend's homework. അത് brave action ആണോ? Then wrong ഇടുക. അതായത് നമ്മൾ മറ്റുള്ളവരുടെ കോപ്പി ചെയ്യുന്നത് ശരിയാണോ? തെറ്റാണ്. To tease your sister. ടീസ് ചെയ്യാൻ പാടുണ്ടോ സിസ്റ്ററിനെ? No. Miss. ടീസ് ചെയ്യാന്ന് വെച്ചാല് നിങ്ങളുടെ സിസ്റ്ററിനെ കളിയാക്കുക, വിഷമിപ്പിക്കുക. അതാണ് ടീസ് ചെയ്യാന്ന് പറഞ്ഞത്. കളിയാക്കുകയല്ലേ? അത് റോങ് ആണ്. വിഷമിപ്പിക്കുന്നത്, വിഷമിപ്പിക്കാനും ശല്യപ്പെടുത്താനും ഒക്കെ പറയുന്നതിനാണ് ടീസ് ചെയ്യുന്നെന്ന് പറയുന്നത്. മനസ്സിലായോ? ഹാദിയ ചെയ്തായിരുന്നോ ഫസ്റ്റ് വണ്ണൊക്കെ? ഇനി തിരിയട്ടെ. പേജ് നമ്പർ 22 എടുക്കുക. എന്നിട്ട് ടേക്ക് ദ അണ്ടർസ്റ്റാൻഡിങ് ദ മെസ്സേജ് എടുക്കുക. പേജ് നമ്പർ 22. ടേക്ക് ദ ബ്രേവ് ആക്ഷൻ. ബ്രേവ് ആക്ഷന് ടിക്ക് ഇടുക.
ബ്രേവ് അല്ലാത്തതിന് ക്രോസ് ഇടുക. മനസ്സിലായോ അത്? ഫസ്റ്റ് വൺ ടു ടെൽ ദ ട്രൂത്ത്. ടു ടെൽ ദ ട്രൂത്ത്, സത്യം പറയണം, അത് ബ്രേവ് ആക്ഷൻ ആണ്, ടിക്ക് ഇടുക. സെക്കൻഡ് വൺ, ടു ഹെൽപ്പ് ആൻ ഓൾഡ് പേഴ്സൺ ടു ക്രോസ് ദ റോഡ്. ഓഹോ, ഇത്രയും അറിയാത്ത കുട്ടികളാണോ നിങ്ങള്? അതിനതല്ലേ ക്ലാസ്സിൽ കയറില്ല എന്ന് വിളിച്ചു പറഞ്ഞത്, ആണോ? ഇനി എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ, എവിടെയാ ടിക്കറ്റ് ഉണ്ടേന്ന്? അവിടെ ഒരു ബോക്സ് തന്നിട്ടില്ലേ? ഞാൻ 6 പറഞ്ഞില്ല, ഞാൻ ആകെ ഇവിടെ 4th വൺ പറഞ്ഞതേ ഉള്ളൂ. ഫസ്റ്റ് വൺ, ടു ടെൽ ദ ട്രൂത്ത്, ടിക്ക് ഇടുക. ടു ഹെൽപ്പ് ആൻ ഓൾഡ് പേഴ്സൺ ടു ക്രോസ് ദ റോഡ്, പ്രായമായ ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. സെക്കൻഡ് വൺ. തേർഡ് വൺ, ടു കോപ്പി യുവർ ഫ്രണ്ട്സ് ഹോംവർക്ക്. നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഹോംവർക്ക് കോപ്പി ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, ഇറ്റ്സ് റോങ് ആണ്. ഇനി ഫോർത്ത് വൺ, ടു ടീച്ച് യുവർ സിസ്റ്റർ. നിങ്ങളുടെ സിസ്റ്ററിനെ നിങ്ങൾ കളിയാക്കാനൊക്കെ പാടുണ്ടോ? നോ, അതും ക്രോസ് ചെയ്യുക. ടു ഹെൽപ്പ് അതേഴ്സ്, ടു ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ that is a brave action, put the tick. Sixth one, to kick a dog. It's a no, it's wrong. പട്ടിനിക്ക് തൊഴിക്കാൻ പാടുണ്ടോ? ഡോഗിനെ കിക്ക് ചെയ്യാൻ പാടുണ്ടോ? Wrong. Sixth one, not to cry when you are hurt. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ കരയാൻ പാടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേദനിപ്പിച്ചാൽ കരയാൻ പാടില്ല, അല്ലേ? ചെയ്തോ? ഓക്കെ. എക്സസൈസ് ബി കണ്ടോ? ബി നിങ്ങൾ സ്വന്തമായി വായിച്ചിട്ട് സാറുണ്ടെങ്കിൽ എടുത്ത് sorry. Okay, B ഉണ്ടല്ലോ. Your friend has left a new pencil box behind in class. എന്താണത്? നിങ്ങളുടെ ഫ്രണ്ട് പെൻസിൽ ബോക്സ്, ആ കുട്ടിയുടെ ന്യൂ പെൻസിൽ ബോക്സ് ക്ലാസ്സിൽ വെച്ചിട്ട് പോയി എന്ന് വിചാരിക്കാം. ടു ഷോ ദാറ്റ് യു ആർ എ ഹോണസ്റ്റ് പേഴ്സൺ ആൻഡ് ഗുഡ് ഫ്രണ്ട്. നിങ്ങൾ നല്ല വ്യക്തിയാണോ നല്ല ഫ്രണ്ട് ആണോ എന്ന് കാണിക്കാൻ വാട്ട് വിൽ യു ഡു? അങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? വാട്ട് വിൽ യു ഡു? Ayan Vijesh, what are you doing? Exercise B. Your friend has left a new pencil box behind in class. Pencil box, new pencil box. നിങ്ങളുടെ ഫ്രണ്ട് ക്ലാസ്സിൽ വെച്ചിട്ട് പോയി, മറന്നുപോയി. To show that you are a honest person. അപ്പൊ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും നിങ്ങളൊരു ഹോണസ്റ്റ്, നല്ല സത്യസന്ധമായ കുട്ടിയാണോ, ഗുഡ് ഫ്രണ്ട് ആണോ, നല്ല കൂട്ടുകാരാണോ എന്ന് കാണിക്കാൻ പറ്റും. വാട്ട് വിൽ യു ഡു? നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ പെൻസിൽ ബോക്സ് ഒക്കെ ഇവിടെ വെച്ചിട്ട് പോയാൽ നിങ്ങൾ അത് എടുത്ത്
അത് എടുത്തു കൊടുക്കും. ഇതെടുത്ത് കൊടുക്കുവോ? Leave the pencil box as it is. Keep the pencil box with you and return it to your friend on the next day. Pick up the box and hide it. Pick up the box and hide it ചെയ്യുവോ? എടുത്തിട്ട് നിങ്ങൾ ഒളിപ്പിക്കുവോ? ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഇത് നിങ്ങൾ വായിച്ച്, ഞാനിത് ഹോംവർക്ക് തരികയാണ്. അങ്ങനെ എല്ലാം ഞാൻ അങ്ങനെ പറഞ്ഞു തന്നാൽ ശരിയാവില്ലല്ലോ. ഇത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഹോംവർക്ക് ചെയ്യുക. നെക്സ്റ്റ് ന്യൂ ലെസൺ. നൗ വി ക്യാൻ ലേൺ ന്യൂ ലെസൺ, പേജ് നമ്പർ 23. A true friend. A true friend. അനാമിക പി രാജ ക്ലാസ് കയറിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. A true friend. എന്താണ് a true friend എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ദ മീനിങ് ട്രൂ ഫ്രണ്ട്? സത്യസന്ധമായ കൂട്ടുകാരൻ അല്ലെ? സത്യസന്ധമായ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കൂട്ടുകാരൻ ആണോ? എന്നിട്ട് എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ മക്കളെ? ലിസൺ കെയർഫുള്ളി. When Lord Krishna was a child. The next day അതിനകത്ത് എന്റെ ടിക്കാണ് അതാണ് എഴുതണ്ടേ. Keep the pencil box with you and return it to your friend on the next day. Tick. ഇപ്പൊ ചെയ്യണ്ട, homework not now. After the class you can do. അത് നിങ്ങളുടെ കഴിവ് ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി ഹോംവർക്ക് തന്നതാണ്. അത് നിങ്ങൾ അറിയുന്ന പോലെ ചെയ്യുക. Next, a true friend, page number 23. Listen carefully. Next story we can see. When Lord Krishna was a child, he lived in Gokul. Where he lived? He lived in Gokul. When Lord Krishna was a child, കുട്ടിയായിരുന്നപ്പോ he lived in Gokul. Gokul എന്ന സ്ഥലത്താണ് ലീവ് ചെയ്തത്. His best friend was a poor boy called Sudama. His best friend ആരാണ്? സുദാമയാണ് അല്ലേ? When Lord Krishna was a child, he lived in Gokul. Lord Krishna കുട്ടിയായിരുന്നപ്പോ he lived in Gokul എന്ന സ്ഥലത്താണ് ജീവിച്ചത്. His best friend ആയിരുന്നു പാവം പിടിച്ച സുദാമ. They used to play together. അവർ ഒരുമിച്ച് കളിക്കുമായിരുന്നു. Many years passed. ഒരുപാട് വർഷങ്ങള് കഴിഞ്ഞു പോയി. Krishna became the king of Dwarka. ഈ ലോർഡ് കൃഷ്ണ എന്തായി? കിങ് ആയി. എവിടുത്തെ കിങ് ആയി? കിങ് ഓഫ് ദ്വാരക. ഓക്കെ. രണ്ട് സുഹൃത്തുക്കള് ലോർഡ് കൃഷ്ണയും സുദാമയും ഒരുമിച്ച് ഗോകുൽ എന്ന സ്ഥലത്താണ് ലീവ് ചെയ്തത്, ജീവിച്ചത്. ദേ ആർ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അവര് നല്ല അടുത്ത സുഹൃത്താണ്. ആര്? ലോർഡ് കൃഷ്ണയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പുവർ ബോയ്, പാവപ്പെട്ട എളിമയുള്ള പാവപ്പെട്ട കൂട്ടുകാരൻ സുദാമ. They used to play. അവർ ഒരുമിച്ചായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. Many years passed. ഒരുപാട് വർഷം കടന്നുപോയി. കൃഷ്ണ became the king of ദ്വാരക. എന്താണ്? കൃഷ്ണ വലിയ രാജാവായിട്ട് ദ്വാരകയിലെ രാജാവായി. സുദാമ stayed on in ഗോകുൽ. സുദാമ എവിടെ തന്നെ ജീവിച്ചു? ഗോകുൽ തന്നെ ജീവിച്ചു. സുദാമ വാസ് വെരി പുവർ. സുദാമ വളരെ പാവപ്പെട്ട വ്യക്തിയായിരുന്നു അല്ലെ? One day he thought of asking Krishna for help. One day he thought,
എന്താണ്? ഒരു ദിവസം അവൻ ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചേ? പറഞ്ഞേ. കഥ പറയുമ്പോ ഒപ്പം പറയണം, മനസ്സിലാവുന്നത്. ആ എന്താണ്? സുദാമ വാസ് വെരി പുവർ, വളരെ പാവപ്പെട്ടതായിരുന്നു. വൺ ഡേ ഹി തോട്ട് ഓഫ് ആസ്കിംഗ് കൃഷ്ണ ഫോർ ഹെൽപ്പ്. ഹി സെറ്റ് ഔട്ട് ഫോർ ദ്വാരക. ദ്വാരകയുടെ രാജാവായി അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് സുദാമ കൃഷ്ണ ജീവിക്കുമായിരുന്നു. അപ്പോ ചിന്തിച്ചു, വളരെ പാവപ്പെട്ട ഒന്ന് ഹെൽപ്പ് ചോദിക്കാം അല്ലേ. He ran out to welcome his Dwarika. When Krishna saw he set out once again. Sudama was very poor. One day he thought of asking Krishna for help. He set out for Dwarika. When Krishna saw Sudama coming, he ran out to welcome his dear friend. Treated him so well that Sudama spent some time in his friend's palace. Sudama കൂട്ടുകാരന്റെ പാലസില് കുറച്ച് സമയം ചിലവഴിച്ചു. കൃഷ്ണ ട്രീറ്റഡ് ഹിം സോ വെൽ. വളരെ നന്നായിട്ട് കൃഷ്ണ സുഹൃത്തിനെ സ്വീകരിച്ചു. സുദാമ could not ask him for ഒന്നും ചോദിക്കാൻ സുദാമയ്ക്ക് കഴിഞ്ഞില്ല. He decided to leave from home without asking Krishna help. അവൻ തീരുമാനിച്ചു. അവൻ തീരുമാനിച്ചു വീട്ടിൽ നിന്ന് ലീവ് ചെയ്യുമ്പം ഒന്നും ചോദിക്കാതെ, കൃഷ്ണയുടെ ഹെൽപ്പ് ഒന്നും ചോദിക്കാതെ ലീവ് ചെയ്തു. Sudama reached home. He got a surprise. A lovely house stood in palace in his small hut. സുദാമയുടെ ഒരു സ്മോൾ ഹട്ട് ആയിരുന്നു. ഹട്ട് അറിയാമോ? ഹട്ട് കണ്ടിട്ടുണ്ടോ? HUT ഹട്ട്. No? Yes. എന്തോ? പേജ് നമ്പർ എത്രയാണെന്ന് അറിയോ? ഇതാരാ ഇപ്പൊ പേജ് നമ്പർ ചോദിക്കുന്നയാള്? പേജ് നമ്പർ 23. അയാൻ വിജീഷിന്റെ വീട്ടിൽ എന്താ സംഭവം? എന്താണ് സൗണ്ട് കേൾക്കുന്നേ? When Sudama reached home, he got a surprise. സുദാമ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എന്തായി? ഒരു സർപ്രൈസ് കിട്ടി. എന്തായിരിക്കും സർപ്രൈസ്? A lovely house stood in palace of his small hut. ഈ സുദാമയുടെ സ്മോൾ ഹട്ട്, ചെറിയ വീടിനടുത്ത് ലവ്ലി പാലസ്, a lovely house stood, നല്ലൊരു വീട് അവിടെ നിൽക്കുന്ന കണ്ടു. Sudama's wife told him, സുദാമയുടെ ഭാര്യ പറഞ്ഞു, that while he was in Dwaraka, Krishna had got this house built. ആരാ ഈ വീട് പണിത് കൊടുത്തത്? കൃഷ്ണ. Lord Krishna was a wonderful friend. Okay, ആ ഫ്രണ്ടിന്റെ, സുദാമയുടെ വീട് ചെറിയൊരു സ്മോൾ ഹട്ടാണ്, വളരെ പാവപ്പെട്ടവനാണെന്ന് ആര് മനസ്സിലാക്കി? ഈ കിങ് ആയ കൃഷ്ണ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു കൊടുത്തു? സ്മോൾ ഹട്ടിന്റെ അടുത്ത് ലവ്ലി ഹൗസ്, നല്ല വീട് പണിത് കൊടുത്തു അല്ലേ? He helped a friend in need.
True friends are those who help each other. It is fun to have friends. We enjoy working and playing with our friends. A good friend always shares his own things with others. A good friend always share. നല്ല സുഹൃത്തുക്കൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കണം. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കോ? ഇപ്പൊ വീടൊന്നും നിങ്ങൾ വെച്ച് കൊടുക്കണ്ട. വീട് വെച്ച് കൊടുക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ എത്ര വലിയ ഹൈ പൊസിഷനിൽ എത്തിയാലും പാവപ്പെട്ടവരെ നമ്മളുടെ കൂട്ടുകാരാവാം, നമ്മുടെ ബന്ധുക്കളാവാം, നമ്മുടെ റിലേറ്റീവ്സ് ആവാം, നമ്മുടെ അയൽവാസികളാകാം, ആരായാലും പാവപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യണം? സഹായിക്കണം. അതാ നമ്മൾ നല്ല കൂട്ടുകാരെ, നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളല്ലേ നിങ്ങൾ എല്ലാവരും. അപ്പൊ നിങ്ങൾ ചെറുതിൽ നിന്ന് തുടങ്ങണം. ഇപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരന് ഒരു പെൻസിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ആ പെൻസിൽ കൊടുക്കണം, ഇല്ലേ? അങ്ങനെയൊക്കെ അല്ലേ ചെയ്യുന്നേ? ആണോ? യെസ്. അതാ ഇപ്പൊ ഇവിടെ എന്താണ് ചെയ്തത്? സുദാമയും ലോർഡ് കൃഷ്ണയും ചെറുപ്പത്തിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. ബട്ട് സുദാമ എപ്പോഴും പാവപ്പെട്ടവനായി തന്നെ ജീവിച്ചു. കൃഷ്ണ നല്ല പണക്കാരനായിട്ട് ജീവിച്ചു. കിങ്ങായി. പണക്കാരനല്ല, ആ ഒരു രാജ്യത്തിന്റെ, ഒരു ദ്വാരക എന്ന് പറയുന്ന സ്ഥലത്ത് കിങ്ങായി, അല്ലേ? ആണോ? And Vijesh, turn on your video. അങ്ങനെ സുദാമ വാസ് വെരി പുവർ. സുദാമ വളരെ പാവപ്പെട്ട വ്യക്തിയായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ കൂട്ടുകാരൻ കൃഷ്ണ നമ്മുടെ പാവപ്പെട്ട സുദാമേനെ സഹായിച്ചു. നമ്മൾ സുഹൃത്തുക്കളാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ തൊട്ട് നമ്മൾ വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂട്ടുകാരെ എന്നല്ല, എല്ലാവരെയും നമ്മുടെ കഴിവ് പോലെ നമ്മൾ സഹായിക്കണം. അതാണ് ഒരു നല്ല ട്രൂ ഫ്രണ്ട്. ഒരു നല്ല കൂട്ടുകാരൻ എന്താ ചെയ്യാൻ പറ്റുക? ഇങ്ങനെയൊക്കെയാണ്. നല്ല കൂട്ടുകാരൻ ആവുമ്പോ എന്ത് ചെയ്യാ? ബുദ്ധിമുട്ടുകളില് നമ്മള് സഹായിക്കണം, അല്ലേ? നിങ്ങൾ സഹായിക്കോ നിങ്ങളുടെ കൂട്ടുകാരെ? ഇപ്പൊ നമ്മുടെ റിച്ചാർഡ് ഇപ്പൊ സൗദി പോയിട്ടുണ്ട്. നമുക്കൊരു ഹെൽപ്പ് ചോദിച്ചാലോ? അല്ലേ? ആണ്ടെ റിച്ചാർഡ് അപ്പോഴേ തലയെ കൈവച്ചു. അവനെ കൊണ്ട് വരില്ല. എന്താ റിച്ചാർഡ് സൗദിയിൽ എവിടെയാണ് റിച്ചാർഡ്? റിയാദ് ആണോ? അപ്പൊ എന്തായാലും സഹായിക്കാം. നമുക്ക് ഇപ്പൊ റിച്ചാർഡിനോട് നമുക്കൊരു സഹായം ചോദിക്കാം, അല്ലെ? നോക്കാമല്ലോ ട്രൂ ഫ്രണ്ട് ആണോ എന്ന്, അല്ലേ? റിച്ചാർഡ് സൗദി വിട്ട് വരുമ്പോ ഈ കൂട്ടുകാർക്കെല്ലാം ഓരോ പെൻസിൽ കൊണ്ട് കൊടുക്കണേ. എന്തുവാടാ ഒരു പാക്കറ്റ് ബോക്സ് പെൻസിലിന് 10 റിയാൽ or 12 റിയാൽ, ദാറ്റ്സ് ഇനഫ്, അല്ലേ? അതാണ് നീ വിചാരിച്ചു ഞാൻ റിയാദിന്ന് വലിയ സാധനം ഗോൾഡ് കൊണ്ട് തരാൻ പറയുമെന്ന് വിചാരിച്ചു, അല്ലേ റിച്ചാർഡ് അത് വേണ്ടി വേഗം തലയിൽ കൈവച്ചു. ഞാൻ എങ്ങനെ സഹായിക്കും അപ്പാ എന്നുള്ള രീതിയിൽ. നോക്കിയേ, ഞാനില്ലേ റിച്ചാർഡിനോട് ഹെൽപ്പ് ചോദിച്ചപ്പോഴത്തേനും റിച്ചാർഡ് കൈ തല വെച്ചു. ദൈവമേ, ഈ മിസ്സിനോട് ഞാൻ സൗദിയിലാന്ന് പറയുകയും ചെയ്തു, മിസ്സാണേലും ഒരു ലെസൺ എടുക്കുകയും ചെയ്തു, ഹെൽപ്പും ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ കൈ വെച്ചു. എന്താ ചെയ്യാ എന്റെ റിച്ചാർഡ്? അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? ഇത്രയും കൂട്ടുകാരുണ്ടല്ലോ, 52 സ്റ്റുഡന്റ് ഉണ്ട്. 52 സ്റ്റുഡൻസിന് പെൻസിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാലോ ഒരു പെൻസിൽ കിട്ടുമെന്ന്, അല്ലേ? മിസ്സിന് നമുക്ക് നോക്കാലോ. ഞാൻ വെറുതെ പറഞ്ഞത് റിച്ചാർഡേ, പെൻസിലൊന്നും വാങ്ങണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഇതാണ് സംഭവം. നമ്മൾ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെറുത്ത് തൊട്ടേ നമ്മൾ സഹായിച്ചു തുടങ്ങണം. നമ്മുടെ ഫ്രണ്ട്സിനാണെങ്കിലും ഇപ്പൊ ഒരു ദിവസം നിങ്ങളുടെ കൂട്ടുകാരിൽ ഒരാൾ ലഞ്ച് കൊണ്ടുവരാൻ മറന്നുപോയി, നിങ്ങൾ എന്ത് ചെയ്യും? A good
friend always shares his own things with others. That is good friend. A good friend always shares his own things with others. A good friend always shares. A good friend നല്ല കൂട്ടുകാര് എപ്പോഴും അവരുടെ സ്വന്തമായ സാധനങ്ങള് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ലഞ്ച്, അപ്പൊ മിസ് ഒരു ദിവസം ലഞ്ച് കൊണ്ടുവന്നില്ല, നിങ്ങളൊക്കെ ചോറ് തരുമല്ലോ അല്ലെ? തരുമോ? അപ്പൊ പിന്നെ ഇത്രയും പേരുടെ ഈ 52 കൂട്ടുകാരുടെ ചോറ് തിന്ന് മിസ് മടുത്തു പോവല്ലോ. യെസ്, അതാണ് നമ്മൾ ചെറിയത്. ഒരു ദിവസം നമ്മുടെ കൂട്ടുകാർക്ക് പെൻസിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഉടനെ വീടൊന്നും വെച്ച് കൊടുക്കണ്ട. വീടൊക്കെ നിങ്ങൾ വലുതായിട്ട് പഠിച്ചു വലുതായി ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഏതെങ്കിലും കൂട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായിക്കണം. ഇപ്പൊ ഉണ്ടല്ലോ മിസ്സിന്റെ സ്കൂളിന്റെ ഒരു ഗ്രൂപ്പില് ഇതേപോലെ നമ്മളുടെ കൂട്ടുകാർക്ക് ബുദ്ധിമുട്ടുള്ളത് ഒത്തിരി അല്ല, ഒരാളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ എല്ലാരും കൂടെ കൂടുമ്പോ ഒരു സഹായം ആവില്ലേ? അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളും ചെറിയ ചെറിയ ഹെൽപ്പുകൾ ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ആരാ ഈ ലെസൺ ഒന്ന് വായിക്കുന്നേ? നമ്മുടെ ജോവിൻ ഒന്ന് വായിച്ചേ. ജോമോൻ ലെസൺ ഒന്ന് വായിച്ചേ. മിസ് എനിക്കൊന്ന് വായിച്ചു തരാണെങ്കിൽ ഞാൻ വായിക്കാം. മിസ് എനിക്ക് കിട്ടാത്തത് ഞാൻ വായിക്കാം. എന്താ ബിയോണ പറഞ്ഞത്? എനിക്ക് കിട്ടാത്തത് ചിലത് മിസ് വായിച്ചു. പറഞ്ഞുതരാമല്ലോ, വായിച്ചോളൂ. റിച്ചാർഡ് വായിക്കാം. മോനെ റിച്ചാർഡ്, എന്നാ റിച്ചാർഡ് സ്റ്റാർട്ട് ചെയ്തോ. A true friend. When Lord Krishna was a child, he lived in Gokulam. His best friend was a poor boy called Sudama. They used to play together. Many years passed. Krishna became the king of Dwaraka. Sudama stayed on in Gokul. Sudama was very poor. One day he thought of asking Krishna for help. He set out for Dwaraka. Okay, enough, Richard. Next who? Okay, Richard, enough. Next who? 4 minutes. ഇപ്പൊ എന്റെ കഴിയും. ഞാൻ വായിക്കാൻ ടീച്ചറെ. നെക്സ്റ്റ് ഹൂ? ഓക്കെ, ആരായിരുന്നു? Lord Krishna was a child. He lived in റിച്ചാർഡ് വായിച്ചതിന്റെ ബാക്കി വായിച്ചേ മോനെ. റിച്ചാർഡ് വായിച്ചതിന്റെ ബാക്കി. Poor boy called Sudama. They used to play together. Many years passed. Krishna became the king of Dwaraka. Sudama stayed on in Gokul. Sudama was very poor. One day he thought of asking Krishna for help. He set out of Dwaraka. When Krishna saw Sudama, he ran out to welcome his dear friend. Sudama spent some time in his friend's palace. Krishna treated him so well that Sudama could not ask him for anything. He decided to leave for home without asking Krishna for help. Okay, enough, Dikshit. When Sudama reached home, he got ദീക്ഷിതേ, ഒന്ന് നിർത്തിക്കേ.
ദീക്ഷിത് കേട്ടില്ലേ മിസ് പറഞ്ഞ? എന്തിനാ നിർത്താൻ പറഞ്ഞെന്നറിയാമോ? നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും ഈ ലെസൺ വായിക്കാൻ റെഡി ആയിട്ട് വരണം. ഓക്കെ, താങ്ക് യു. ബൈ ബൈ, സി യു ഓൾ. Bye. Bye. ബൈ ബൈ, Good night. ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. See you. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും ഈ ലെസൺ എല്ലാവരും വായിക്കാൻ ട്രൈ ചെയ്യണം. മിസ് ചോദിക്കുന്നതായിരിക്കും. റിച്ചാർഡും ദീക്ഷിതും നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ നിങ്ങൾ എല്ലാവരെയും കൊണ്ട് ഞാൻ വായിപ്പിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, ബൈ ബൈ, സി യു.